ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ മനോഹരമായ ഒരു ഹാൻഡ് മെയ്ഡ് കാർഡാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഏതൊരു ഒക്കേഷനിലും നമുക്ക് സ്നേഹപൂർവ്വം കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കാർഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാറ്റേൺ പേപ്പേഴ്സോ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള പേപ്പർ കളക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് എടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന അളവ് ഞാനിവിടെ സൈഡിലായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പേപ്പർ എന്തായാലും 3 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് മടക്കണം. അപ്പോൾ 2 സൈഡും ഇതേപോലെ 3 ഈക്വൽ പാർട്സ് ആക്കി മടക്കാം കേട്ടോ. അങ്ങനെ നമ്മളിത് ഇപ്പോൾ 2 സൈഡിൽ നിന്ന് 3 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ 4 ഭാഗങ്ങളുണ്ടല്ലോ, അത് നമുക്ക് വേണ്ട, അവരെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ അതും കഴിഞ്ഞു. ഇനി ഈ 2 ഭാഗങ്ങളും നമ്മളിതേപോലെ മടക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിങ്ങനെ ജോയിൻ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. അതായത് 2 ഭാഗത്തെ പേപ്പറും ചേർന്ന് നിൽക്കണം. അപ്പോൾ നിങ്ങൾ മടക്കുമ്പോൾ അതനുസരിച്ച് നോക്കി മടക്കിയാൽ മതി. നമുക്ക് മടക്കി നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ എന്തായാലും. ഇനി നമുക്ക് എന്ത് വേണമെന്നറിയോ? ഹാർട്ട് ഷേപ്പിലുള്ള ഒരു പേപ്പർ വേണം. അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട്. റെഡ് കളർ പേപ്പറിൽ നിന്നാണ് ഞാനത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഈ ഹാർട്ടിനെ നമുക്ക് 2 ഭാഗങ്ങളാക്കാം. ഇനി ഇതാ അവിടെ സ്റ്റിക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചേർത്ത് വയ്ക്കുമ്പോഴേ കറക്റ്റ് ഒപ്പത്തിന് വരുന്ന രീതിയിൽ 2ഉം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേറൊരു കളർ പേപ്പർ വേണം. അപ്പോൾ ഞാനിവിടെ ഒരു ലാവൻഡർ കളർ എടുത്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ സെൻറ്ററിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ നമ്മൾ ആ ഒരു അളവെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അത് നമ്മൾ 4 ഭാഗങ്ങളാക്കിയിട്ട് സിഗ്സാഗ് ആയിട്ടാണ് മടക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഞാനൊരു വൈറ്റ് കളർ പേപ്പറും കൂടി ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ വിഷസ് എഴുതാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വിഷസ് മാത്രമല്ല, നല്ല നല്ല ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒട്ടിക്കാം കേട്ടോ. നല്ല സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ അത് ഒട്ടിക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കാർഡ് മേക്കിംഗ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യണം. ഈ 2 ഭാഗങ്ങളുണ്ടല്ലോ, അവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഹാർട്ട് ലോക്ക് ഹാൻഡ് മെയ്ഡ് കാർഡ് ഇത് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. വെറൈറ്റി കാർഡായിട്ടുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഓരോ വിശേഷങ്ങളും ബർത്ത്ഡേയ്സൊക്കെ വരുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ കൈ കൊണ്ട് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് അയച്ചു തന്നിട്ടുള്ള കുറച്ച് ഫോട്ടോസും കൂടി ഉണ്ട്. അവർ ട്രൈ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് പിക്ചേഴ്സാണ് കേട്ടോ. എല്ലാം വളരെ വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ പിക്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യിക്കണമെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് അയച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ മെയിൽ വഴി അയച്ചാലും മതി. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇനി അടുത്തൊരു ദിവസം വളരെ മനോഹരമായ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങളെ കാണാൻ ഞാൻ വരുന്നുണ്ട്. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.